അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ DNA പരിശോധനയിൽ ഇരട്ടിപ്പ്. ഇതുവരെ 92 മൃതദേഹം തിരിച്ചറിഞ്ഞു. 47 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. 4 മൃതദേഹത്തിന്റെ DNA പരിശോധന വീണ്ടും നടത്തും. അതേസമയം അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം ഇന്ന് രാജ്കോട്ടിൽ നടക്കും. അതിനിടെ അപകടം നടന്ന സ്ഥലം ബോയിംഗ് സംഘം സന്ദർശിച്ചു. ഇന്നലെയാണ് അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിജയ് രൂപാണിയുടെ മരണത്തെ തുടർന്ന് ഇന്ന് ഗുജറാത്തിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 12-നാണ് രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പൂർണ്ണമായും തിരിച്ചറിയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിലും DNA പരിശോധനയിൽ ഇന്നും ഇരട്ടിപ്പുണ്ടായി. അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ മൃതദേഹം കുടുംബങ്ങൾക്ക് വിട്ടുനൽകി. എന്നാൽ അപകടം നടന്ന ദിവസം കാണാതായ അഹമ്മദാബാദിലെ സംഗീത സംവിധായകൻ മഹേഷ് ജറാവാലയുടെ DNA സാമ്പിൾ കുടുംബം പരിശോധനയ്ക്ക് അയച്ചു. അല്പസമയത്തിനകം വീട്ടിലെത്തുമെന്ന് പറഞ്ഞിരുന്ന മഹേഷിന്റെ അവസാന ലൊക്കേഷൻ വിമാനാപകടം നടന്നതിന്റെ 700 മീറ്റർ അകലെയായിരുന്നു. ഇതുവരെയും മഹേഷ് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് DNA പരിശോധനയ്ക്ക് അയച്ചത്. 248 പേരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകിയിരുന്നു. മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്ക് കൈമാറുന്നതിനായി മെച്ചപ്പെട്ട സജ്ജീകരണങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. 192 ആംബുലൻസുകളും 591 ഡോക്ടർമാരുടെ സംഘവും ആശുപത്രിയിൽ പരിശോധനയ്ക്കുണ്ട്. ദുരന്ത സ്ഥലത്ത് നിന്ന് യാത്രക്കാരുടെ പാസ്പോർട്ട്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ആഭരണങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്തിലെ യാത്രക്കാരുടെ ലഗേജുകളും NSG സംഘം പരിശോധിച്ചു വരികയാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിലും NDRF പരിശോധന ഇന്നും തുടരുന്നുണ്ട്. വിമാനാപകടം പരിശോധിക്കാൻ ബോയിംഗ് സംഘവും അപകടസ്ഥലം സന്ദർശിച്ചു. ടേക്ക് ഓഫ് ഘട്ടത്തിൽ അപാകതകളൊന്നും പ്രാഥമിക വിലയിരുത്തലുകളിൽ കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ വിമാനം കെട്ടിടത്തിലിടിച്ചതിനു ശേഷമാണ് തീപിടിച്ച് കത്തിയമർന്നതെന്നാണ് AAIB സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഇന്ന് കണ്ടെത്തി. അപകടം കഴിഞ്ഞു 4 ദിവസം കഴിയുമ്പോഴാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെത്തിയത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകളും കണ്ടെത്തിയതോടെ അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈകാതെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.